क्यों किया गया इन गरीबों के साथ ऐसे? आप बताओ। क्या लगता है कि आपको ये हिंदू मुस्लिम की वजह? हाँ, हिंदू मुस्लिम पक्का हिंदू मुस्लिम है, हिंदू मुस्लिम हो ही रहा है. ഇതെന്താ സംഭവം എന്നറിയോ? 3 ദിവസം മുന്നേ ഉണ്ടായ ഒരു സംഭവമാണ്. എവിടെയാണെന്നറിയോ? അതായത് നമ്മുടെ യോഗി ഭരിക്കുന്ന UP-യിൽ ലക്നോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ആ ഒരു ഏരിയ മൊത്തം കത്തി നശിച്ചിരിക്കുകയാണ്. കത്തിച്ചതാണെന്നാണ് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ പറയുന്നത് കത്തിച്ചതാണ്. കാരണം നമ്മളോട് കുറച്ചു മുന്നേ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു പോകാത്തതുകൊണ്ട് ഇവിടെ അവര് കത്തിച്ചതാണെന്നാണ് പറയുന്നത്. ഈ ഒരു സമയം വരെ, അതായത് അത് കത്തി തുടങ്ങിയിട്ട് 2 മണിക്കൂർ വരെ അവിടെ ഒരു ഫയർഫോഴ്സോ കാര്യങ്ങളോ അവിടെ എത്തിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് അടുത്തുള്ള ഒരു ബിൽഡിംഗ് കത്തി തുടങ്ങാൻ പോകുമ്പോഴാണ് ഫയർഫോഴ്സ് എത്തിയതെന്നാണ് പറയുന്നത്. 2 മണിക്കൂർ വരെ ആ പാവങ്ങളുടെ കുടില് കത്തി നശിക്കുന്നത് വരെ അവിടെ ആരും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാല് അവിടെ ഈ ഒരു സമയം വരെ ഒരു MP-മാരോ അല്ലെങ്കിൽ ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ ഒരു പോലീസോ കാര്യങ്ങളോ ഈ ഒരു സമയം വരെ അവരുടെ സഹായത്തിന് ഇവിടെ ആരും എത്തിയിട്ടില്ല. ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിഞ്ചു പൈതങ്ങൾ വരെ കത്തിയിടായിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ വായിൽ നിന്ന് എടുത്തു പറയുന്ന വാക്കുകളല്ല, ഞാൻ കേൾപ്പിച്ചരാം. ഇതിന്റെ അവിടെ നിന്ന് പറയുന്ന വാർത്തയാണ്, ഞാൻ കേൾപ്പിച്ചരാം. पूनम, जब आग लगी थी तुम कहाँ थी पूनम? काम पे गई हुई थी. बच्चियाँ घर पे थी? कितनी बड़ी बच्ची थी? एक 2 साल 2 महीने की और एक 3 महीने की. കേട്ടില്ലേ എന്താ പറയുന്നത്? അതായത് 2 വയസ്സുള്ള ഒരു കുട്ടിയും പിന്നെ 3 വയസ്സുള്ള എന്റെ കുട്ടിയും എന്തായിട്ടുണ്ട്, ഇതിൽ കത്തി അരിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് ആ പാവം പണ്ട് പറയുന്നത്. ഒന്ന് ആലോചിച്ചു. आप बताओ, क्या सांप सूंघ गया, क्या हो गया? ना किसी को आने दे रहे हैं, इतनी दूर गाड़ी खड़ी करके आओ, ना किसी को आने दे रहे हैं, ना इन लोगों के खाने पीने का सामान लाने दे रहे हैं, ना इन लोगों की व्यवस्था करने का काम करने दे रहे हैं. आखिर क्या चाहते हैं ये लोग? എന്താ പറയുന്നുള്ളത്? അതായത് ഇവിടത്തേക്ക് വരാനോ ഇവിടെ വരുന്ന വണ്ടികളോട് 2 കിലോമീറ്റർ അപ്പുറം നിർത്തിയിട്ട് വരാനാണ് പറയുന്നത്. ഇവിടത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളോ ഇവിടത്തേക്ക് ഒരു സഹായോ കാര്യങ്ങളോ ഒന്നും എത്തിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നുള്ളത്. എന്താണ് ഇതിന്റെ പിന്നിൽ എന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഇന്ത്യയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മളൊരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് മുഖ്യധാര മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പറ്റുമെങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വാക്കാല കൊണ്ടെങ്കിലും സഹായത്തിന് അവിടെ പോയി ഒന്ന് കാണണം, അവിടെ നിന്ന് സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വല്ലാത്തൊരവസ്ഥയാണ്, ദയനീയമായ അവസ്ഥയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അത്രക്കും ദയനീയമായ അവസ്ഥയാണ്. ഇവരുടെ നരികെട്ട ഭരണം ജനങ്ങളൊന്ന് അറിയട്ടെ.